ഹലോ വെൽക്കം ബാക്ക് ടു ഒരു കഥ പറഞ്ഞാലോ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആലിസ് ഇൻ ബോർഡർലാൻഡ് എന്ന് പറയുന്ന വെബ് സീരീസിന്റെ സീസൺ 1 എപ്പിസോഡ് നമ്പർ 2 ആയിട്ടാണ്. സ്റ്റാർട്ട് ചെയ്താലോ? പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. എന്നാൽ നമുക്ക് കഥയിലോട്ട് പോയാലോ. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടത് അരിസു, കരിബു, പിന്നെ നമ്മുടെ ചോട്ട, പിന്നെ മാത്രമല്ല ആ ഒരു പെണ്ണും ഇവര് സർവൈവ് ചെയ്തു ഫസ്റ്റ് ഗെയിമിൽ. അതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആ എപ്പിസോഡിന്റെ ലാസ്റ്റിലായിട്ട് ഒരു പെണ്ണിനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ. അവരുടെ പേര് സുഹൂക്കി ഈ ഒരു കഥയിലെ നായിക എന്ന് പറയാൻ പറ്റുന്ന ഒരു പെൺകുട്ടിയാണ്. അപ്പോൾ എപ്പിസോഡ് നമ്പർ 2 സ്റ്റാർട്ട് ചെയ്യുമ്പം അവളെയാണ് കാണിക്കുന്നത്. അവളൊരു മൗണ്ടൻ ക്ലൈംബർ ആണ്. അപ്പോൾ അവൾ അങ്ങനെ ഭയങ്കര പാടുള്ളൊരു മല കയറിക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് അവിടെ കൈ ഒന്ന് തെറ്റി താഴോട്ട് വീഴാൻ പോവാണ്. പെട്ടെന്ന് അവിടെ അച്ഛൻ ആ ഒരു കയറില്, ഇവര് കയറ് കെട്ടിയിട്ടാണല്ലോ കയറുന്നത്, ആ ഒരു കയറിൽ കയറി പിടിക്കുന്നുണ്ട്. അത് അവളുടെ ഒരു മെമ്മറി ആയിരുന്നു. പെട്ടെന്ന് നമ്മളെ കാണിക്കുന്നുണ്ട്. എപ്പിസോഡ് 1 എൻഡ് ചെയ്യുമ്പോൾ നമ്മളെ കാണിച്ചിരുന്നല്ലോ ആകാശത്തുനിന്ന് കുറെ റേസസ് വരുന്നതായിട്ടും ഇവളൊരു ബിൽഡിങ്ങിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ടും. അതിന്റെ കണ്ടിന്യൂറ്റി ആയിട്ട് അവളെ ആ ഒരു ബിൽഡിങ്ങിന്റെ മുകളിൽ ആ ഇരുട്ടത്ത് ലേസർ ലൈറ്റ്സ് വരുന്ന സ്ഥലത്ത് വെച്ചാണ് നമ്മളെ ഈ ഒരു എപ്പിസോഡിന്റെ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്നത്. എന്നിട്ട് അവൾ ഇങ്ങനെ സ്വയമേ പറയുന്നുണ്ട്, കുഴപ്പമില്ല അച്ഛാ, ഞാൻ സർവൈവ് ചെയ്യും, ഞാൻ ഈ ഒരു ഗെയിം ജയിക്കും എന്ന് അവളിങ്ങനെ സ്വയമേ പറയുന്നതായിട്ട് കാണിച്ചുകൊണ്ട് എപ്പിസോഡ് നമ്പർ 2 ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് ടോക്കിയോ സിറ്റിയാണ്. ആ ഒരു സിറ്റി കംപ്ലീറ്റ് ആയിട്ട് നിശ്ചലമായിട്ടുണ്ട്. കാറുകള്, ബൈക്കുകള് ഒന്നും തന്നെ അനങ്ങുന്നേയില്ല. അങ്ങനെ നമ്മുടെ അരിസു ഓരോ കാറ് ചെന്ന് ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്, സ്റ്റാർട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷേ ഒന്നും തന്നെ ഓൺ ആവുന്നില്ല. ചില കാറുകളിലൊക്കെ പഴുത്ത് ചീഞ്ഞ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഇരിപ്പുണ്ട്. അതായത് കുറെ നാളായിട്ട് ആ ഒരു കാറ് അവിടെ തന്നെ കിടക്കുകയാണെന്നാണ് അർത്ഥം. എന്നിട്ട് അവർ സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ലീഡ് കിട്ടിയോ എന്ന് ചോട്ട ചോദിക്കുന്നുണ്ട്. അപ്പോൾ അരിസുവും കരിബും പറയുന്നുണ്ട്, ഒരു ലീഡും കിട്ടിയിട്ടില്ല, ഒരു കാര്യവും നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും നമുക്ക് ആവശ്യമുള്ള ചില സാധനങ്ങളൊക്കെ ഞാൻ തുറന്നു കിടക്കുന്ന ഷോപ്പിൽ നിന്നൊക്കെ എടുത്തിട്ടുണ്ട് എന്ന് കരിബുവും അരിസും ഒക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ചോട്ട പറയുന്നുണ്ട്, ഇലക്ട്രോണിക് യൂസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു സാധനവും ഇപ്പോൾ വർക്ക് ചെയ്യുന്നില്ല. ഡിജിറ്റൽ വാച്ചുകളാകട്ടെ, കാറുകളാകട്ടെ ഒന്നും തന്നെ, ഈവൻ മെഷീൻസ് പോലും ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട് ചോട്ട. അങ്ങനെ ചോട്ട അരിജുനോട് പറയുന്നുണ്ട്, ഈ IC ചിപ്പ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട്, അതുള്ള ഒരു സാധനങ്ങളും വർക്ക് ചെയ്യത്തില്ല. പക്ഷേ ഈ ബാറ്ററിയിൽ ഓടുന്ന ചില സാധനങ്ങളൊക്കെ, ലൈക്ക് ഈ റേഡിയോ പോലെയുള്ള കാര്യങ്ങളൊക്കെ അത് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരിസു ചോദിക്കുന്നുണ്ട്, അപ്പം നമ്മുടെ കയ്യിലിരിക്കുന്ന ഫോണോ, അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അരിസു ചോദിക്കുമ്പോൾ ചോട്ടയ്ക്ക് അതിന് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് അവൻ ആ ഒരു ഫോൺ നോക്കുന്നുണ്ട്. പ്ലെയർ നമ്പർ ഡിജിറ്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, അതിനകത്ത് 3 days എന്ന് വിസ എന്നും എഴുതിയിട്ടുണ്ട്. പെട്ടെന്ന് ആ ഫോണും ഓഫ് ആവുന്നുണ്ട്. അപ്പോൾ അരിസു പറയുന്നുണ്ട്, ഇത് ചാർജ് ചെയ്യാൻ പറ്റാതെ ഇതുകൊണ്ട് എന്ത് ഉപയോഗം എന്ന് പറഞ്ഞ് അത് വലിച്ചെറിയുന്നുണ്ട്. പിന്നെ നമ്മളെ കാണിക്കുന്നത് കരുബുവിനെയും ആ ഒരു പെണ്ണിനെയാണ്. അവർ വെളിയിൽ ഒരു സൂപ്പർ മാർക്കറ്റ് പോലൊരു സ്ഥലത്ത് പോയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. കാരണം ഇവർക്ക് ഫുഡ് കഴിക്കണം, സർവൈവ് ചെയ്യണമല്ലോ. അപ്പോൾ കുക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ കരിബു ചോദിക്കുന്നുണ്ട്, ഗ്യാസ് ഇല്ലാതെ നമ്മൾ എങ്ങനെ ഇത് കുക്ക് ചെയ്യും എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും ഫാക്ടറീസ് യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെയൊക്കെ കുക്ക് ചെയ്യാം, എനിക്കറിയാം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഈ സാധനങ്ങളൊക്കെ എടുത്തിട്ട് പോകുന്നുണ്ട്. ശേഷം ഇവര് അത്യാവശ്യം ഫുഡൊക്കെ കുക്ക് ചെയ്ത് കഴിക്കുന്നുണ്ട്. അവരങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയ്ക്ക് ആ ഒരു പെണ്ണും ഇവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ആ ഒരു ആൾക്കാരെ കാണാതായിരുന്നപ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവരെവിടെ ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. റെസ്റ്റ് റൂമിലായിരുന്നു എന്ന് അവർ പറയാണ്. അപ്പോൾ കരിബു അവളോട് ചോദിക്കുന്നുണ്ട്, നീ എവിടെയായിരുന്നു എന്ന്. അപ്പോൾ അവൾ പെട്ടെന്ന് ഓർക്കുന്നുണ്ട്, അവളുടെ ബോസുമായിട്ട് ബെഡ് ഷെയർ ചെയ്യായിരുന്നു, കാരണം പ്രമോഷന് വേണ്ടിയിട്ട്. അവളത് ഓർക്കുന്നുണ്ടെങ്കിലും ഇവരോട് അത് അങ്ങനെ പറയുന്നില്ല. അവൾ പറയുന്നത്, ഞാനൊരു വർക്കിലായിരുന്നു, കോൺഫറൻസ് റൂമിൽ പേപ്പർ വർക്കിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ അരിസു ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ സൗണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും കേട്ടില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവളും പറയുന്നുണ്ട്, ഇല്ല കേട്ടില്ല, ഞാൻ വർക്ക് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ആരും തന്നെ അവിടെ ഇല്ലായിരുന്നു എന്ന് അവള് കള്ളം പറയാണ്. അവള് 3 ദിവസം മുന്നാണ് ഈ ഒരു ഗെയിമിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. ആദ്യത്തെ ഗെയിമിൽ എല്ലാവരും മരിച്ചു, അവള് ഒഴികെ ബാക്കി എല്ലാവരും മരിച്ചുപോയി എന്ന് അവള് പറയുന്നുണ്ട്. അപ്പോൾ കരിബുവിന് ഓൾറെഡി ഇവളെ ഇഷ്ടമല്ലാന്ന് തോന്നുന്നു. കരിബു ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ബാക്കി എല്ലാവരെയും ഒരു ഇരയാക്കിയിട്ട് നീ ജയിച്ചു അല്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവള് പറയുന്നുണ്ട്, നീ എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ എനിക്ക് സർവൈവ് വേണം, എനിക്ക് ജീവിച്ചിരിക്കണം എന്ന് അവള് പറയാണ്. ഇത് കേട്ട് എല്ലാവരും മിണ്ടാതിരിക്കുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അരിസു ചോദിക്കുന്നുണ്ട്, എങ്ങനെയുള്ള ഗെയിം ആയിരുന്നു അത്? അപ്പോൾ ആ ഒരു പെണ്ണും പറയുന്നുണ്ട്, അതൊരു സബ്വേ ആയിരുന്നു, അവിടോട്ട് പോയിസണസ് ആയിട്ടുള്ള ഗ്യാസ് തുറന്നു വിട്ടു, അവര് എല്ലാവരും വൊമിറ്റ് ചെയ്ത് മരിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അരിസു പറയുന്നുണ്ട്, ഈ ഒരു ഗെയിമിനൊരു ഗെയിം മാസ്റ്റർ ഉണ്ടായിരിക്കണം, മാത്രമല്ല പല ടൈമിലാണ് ആൾക്കാർ കാണാതെ പോയത്, മേ ബി ഇത് ഗവൺമെന്റിന്റെ എന്തെങ്കിലും പ്രോജക്റ്റ് ആയിരിക്കും എന്ന് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ അവരുടെ മുന്നിൽ വരുന്നുണ്ട്. അങ്ങനെ ഒരു സംസാരിച്ച് ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ചോട്ടയുടെ കാലുള്ള ആ ഒരു മുറിവ്, അതായത് കഴിഞ്ഞ ഗെയിമിൽ അവൻ്റെ കാലിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നു, ആ ഒരു മുറിവ് ഹേർട്ട് ആവുന്നുണ്ട് ചോട്ടയ്ക്ക്. അപ്പോൾ കരിബും അരിസും കൂടി ഒരു ഡോക്ടറിനെ കണ്ടുപിടിക്കാനായിട്ട് ഇന്നത്തെ ഗെയിമിന് എന്തായാലും അവർ പങ്കെടുക്കണം എന്ന് തീരുമാനിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ചോട്ടയ്ക്ക് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു പേടിക്കാണ് അവർ ആ ഒരു ഗെയിമിന് പങ്കെടുക്കാനായിട്ട് തീരുമാനിക്കുന്നത്.
അങ്ങനെ ചോട്ടയുടെ അടുത്ത് ആ ഒരു പെണ്ണും അവനെ നോക്കി ഇങ്ങനെ ഇരിക്കുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. ശേഷം കരിബു അരിസും കൂടി പുതിയൊരു ഗെയിം കളിക്കാനായിട്ട് പോകുന്നുണ്ട്. അവിടേക്ക് നമ്മളുടെ നായിക പെണ്ണും ചെല്ലുന്നുണ്ട്. അപ്പോൾ അവിടെ പുതിയതായിട്ട് വന്ന ഒരു ചെറുക്കനും ഉണ്ടായിരുന്നു. എല്ലാവരും വന്ന് സാധാരണ ചെയ്യുന്ന പോലെ തന്നെ അവരുടേതായിട്ടുള്ള ഫോൺ എടുക്കുന്നുണ്ട്. അവിടേക്ക് കരിബു അരിസും വരുന്നുണ്ട്. ആ ഒരു പയ്യനും ഭയങ്കരമായിട്ട് പാനിക്കായിട്ട് ഇവരോടൊക്കെ വന്ന് ചോദിക്കുന്നുണ്ട്, ഇവിടെ ടോക്കിയിലുള്ള ആൾക്കാരൊക്കെ ഇവിടെ പോയി, ഇതെന്താണ് ഈ കളി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഗെയിം അനൗൺസ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു കാർഡ് കിട്ടുന്നുണ്ട് 5 സ്പെയ്ഡിന്റെ. അത് കണ്ട് അരിസ് ചോദിക്കുന്നുണ്ട് 5 സ്പെയ്ഡോ അതെന്ന് വെച്ചാൽ. അപ്പോൾ അവിടെ നിന്ന് ഒരു തൊപ്പിക്കാരൻ വന്ന് പറയുന്നുണ്ട്, ഇതെന്ന് പറഞ്ഞാൽ ഗെയിമിങ്ങിന്റെ ഡിഫിക്കൽട്ടി ലെവലാണ് കാണിക്കുന്നത്. സ്പീഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ട്രെങ്തിനെ കുറിക്കുന്നതാണ്, അതായത് ഫിസിക്കലി ഉള്ള ഗെയിം ആയിരിക്കും എന്ന് അയാളെ ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അനൗൺസ്മെന്റ് കേൾക്കുന്നുണ്ട്. അനൗൺസ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ബിൽഡിങ്ങിൽ ബോംബ് വെച്ചിട്ടുണ്ട്, 20 മിനിറ്റിനുള്ളിൽ അത് പൊട്ടും. അതിനു മുന്നേ ഈ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യാനുള്ള ബട്ടൺസ് ഇവർ കണ്ടുപിടിക്കണം. അതാണെങ്കിൽ നല്ല നിലയുള്ള ഒരു അപ്പാർട്ട്മെന്റ് ആണ്. അത് മാത്രമല്ല ഇവരുടെ ഇടയിൽ ഒരു ട്രിഗറർ ഉണ്ട്. ആ ഒരു ആള് ഇവരെ കൊല്ലാൻ ശ്രമിക്കും. പക്ഷെ അയാളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് വേണം ഈ ഒരു ബട്ടൺ ഇവർക്ക് പ്രസ് ചെയ്യാൻ. അപ്പോൾ ഫിസിക്കലി ഉള്ള ഗെയിം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ പിടിച്ചിരിക്കുകയാണ്, ആരാണ് അവരെ കൊല്ലാൻ പോകുന്നത്, പരസ്പരം സംശയിക്കുന്നുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ആരുമാകാം ആ ഒരു ട്രിഗറർ. അങ്ങനെ ഗെയിമും സ്റ്റാർട്ട് ആവുന്നുണ്ട്. അതായത് ആ ഒരു ട്രിഗറർ എന്നാണ് ആദ്യം പറഞ്ഞത്. ടാഗർ എന്നാണ് യഥാർത്ഥ പ്രൊണൗൺസിയേഷൻ. ഒരാളോ രണ്ടുപേരോ ആയിട്ടുള്ള ആൾക്കാർ ഇവരെ കൊല്ലാനായിട്ട് ആ ഒരു ഗെയിമർ റിക്രൂട്ട് ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം, ആ ഒരു സേഫ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യുകയും വേണം. അങ്ങനെ ആ ഒരു ഗെയിമും സ്റ്റാർട്ട് ആവുന്നുണ്ട്. അവിടുന്ന് കട്ടെ പിന്നെ നമ്മളെ കാണിക്കുന്നത് ചോട്ടനെയാണ്. ചോട്ട ബെഡിലിരുന്ന് ഇങ്ങനെ പ്രെയർ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ആള് കുറച്ച് ഭക്തിയൊക്കെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ അടുത്തോട്ട് ആ ഒരു പെണ്ണില്ലേ കഴിഞ്ഞ ഗെയിമിൽ സർവൈവ് ചെയ്ത് ഇവരുടെ കൂടെ കൂടിയ ആള് അവള് വരുന്നുണ്ട്. എന്നിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്, ഓ നിങ്ങൾ ദൈവത്തിലൊക്കെ വിശ്വസിക്കുന്നുണ്ടല്ലേ? അപ്പോൾ ചോട്ടയും പറയുന്നുണ്ട്, ഏയ് ഞാൻ അങ്ങനെ ദൈവവിശ്വാസിയൊന്നും അല്ല, എങ്കിൽ പോലും ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നി. മാത്രമല്ല എൻ്റെ അമ്മ ഇങ്ങനെയുള്ളൊരു ഗ്രൂപ്പിലൊക്കെ, അതായത് റിലീജിയസ് ആയിട്ടുള്ള ഗ്രൂപ്പിലൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അത് ബേസ് ചെയ്തിട്ട് എനിക്ക് ഒരുപാട് കളിയാക്കലും സ്കൂളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. അവിടെ നിന്നൊക്കെ എന്നെ സേവ് ചെയ്തത് കരിവും അരിസുവും കൂടിയാണ് എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ കരിവുവിനെ അരിസുവിനെയും കുറ്റപ്പെടുത്തിക്കൊണ്ട് ആ ഒരു പെണ്ണും സംസാരിക്കുന്നുണ്ട്. അവര് നിന്നെ ഇനി അടുത്ത ഗെയിമിൽ രക്ഷിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവര് ഇപ്പോഴും നിന്നെ ഒരു വീക്കായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് നിന്നെ ഇപ്പോഴും അവർ സംരക്ഷിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ ചോട്ടയോട് ആ ഒരു പെണ്ണ് കുത്തിത്തിരിപ്പുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ചോട്ടയും പറയുന്നുണ്ട്, അവരങ്ങനെയൊന്നും അല്ല, എനിക്കറിയാം എൻ്റെ ഫ്രണ്ട്സിനെ എന്നൊക്കെ ചോട്ടയും സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണും പറയുന്നുണ്ട്, അടുത്ത ഗെയിമിൽ അവർ നിന്നെ രക്ഷിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ചോട്ടയും വല്ലാതെ ഒരു വിഷമത്തിൽ അങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണിച്ചിട്ട് അവിടുന്ന് കട്ടായി പിന്നെ നമ്മളെ കാണിക്കുന്നത് അലിസുനെയും കരിബുനെയാണ്. അവർ ആ ഒരു ഗെയിം കളിക്കുന്നുണ്ട്. അവർ സ്റ്റെയർ കയറി മുകളിലത്തെ അപ്പാർട്ട്മെന്റ് റൂമിലോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഒരു വെള്ളമുടിക്കാരനും ഒരു ജിമ്മനും ഒക്കെ ഉണ്ടായിരുന്നു. ആ ഒരു വെള്ളമുടിക്കാരനും നേരെ കയറി 7ാമത്തെ ഫ്ലോറിലോട്ട് പോയിട്ട് ഒരു മൂലയ്ക്ക് പോയി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഇവിടെ നിന്ന് നോക്കിയാൽ എല്ലാവരെയും ക്ലിയർ ആയിട്ട് കാണാം, ഇവിടെയാണ് ഏറ്റവും സേഫ് എന്നുള്ള രീതിയിൽ അവൻ സ്വയമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ തന്നെ ലിഫ്റ്റ് തുറന്ന് ആ ഒരു ജിമ്മനും അങ്ങോട്ട് വരുന്നുണ്ട്. അയാളെ ഈ ഒരു വെള്ളമുടിക്കാരൻ നേരത്തെ പരിചയമുള്ള പോലെ കൈയാട്ടി കാണിക്കുന്നുണ്ട്. അയാളും ഇവനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് വേറെ സൈഡിലോട്ട് മൂവ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ കരിബു അരിസവും കൂടി ഈ ഒരു ഫ്ലോറിലോട്ട് പോകുന്ന കൂട്ടത്തിൽ ഇവരുടെ കൂട്ടത്തിൽ തന്നെ ഒരു തൊപ്പിക്കാരനും ഇവരുടെ കൂട്ടത്തിൽ കൂടുന്നുണ്ട്. അവിടെ വീണ്ടും കട്ടായി ചോട്ടനെയാണ് കാണിക്കുന്നത്. ചോട്ടനെ ആ ഒരു പെണ്ണ് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞ് അവൻ്റെ മൈൻഡ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോട്ട എന്നെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്, നീ ചിലപ്പോൾ അവരെ അങ്ങനെ തെറ്റിദ്ധരിച്ചായിരിക്കും, നീ ഇതുവരെ നിന്റെ ജീവിതത്തിൽ നല്ല കൂട്ടുകാരെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിന് ആ ഒരു പെണ്ണും നീയും കണ്ടിട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചോട്ട അവൻ്റെ ഒരു പാസ്റ്റ് ഇൻസിഡൻറ്റ് മനസ്സിലോർക്കുന്നുണ്ട്. അതായത് അവൻ്റെ അമ്മ ഒരു പാസ്റ്റിൻ്റെ അടുത്ത് പോയി എന്തോ ഒരു സാധനമൊക്കെ കൊടുക്കുന്നതായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് അവൻ ഓർത്തിട്ട് അവൻ പെട്ടെന്ന് കരയാണ്. അപ്പോൾ ഒരു പെണ്ണും അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. അവിടെ നിന്ന് കേട്ടാൽ വീണ്ടും നമ്മളെ അരിസുനെയും കരിമ്പനെയാണ് കാണിക്കുന്നത്. അവിടെ ആ ഒരു ഗെയിം സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ലാസ്റ്റിൽ കണ്ട ആ ഒരു കൊച്ചുമുടിക്കാരിയില്ലേ, അവളെ അവിടെ കാണിക്കുന്നുണ്ട്. അവളും നേരെ 6ാമത്തെ ഫ്ലോറിലോട്ടാണ് പോകുന്നത്. അങ്ങനെ അവള് ചെന്നിട്ട് ഓരോ ഡോർ വെച്ച് തുറന്ന് നോക്കുന്നുണ്ട്. ആ സമയത്ത് തന്നെ പെട്ടെന്ന് അനൗൺസ്മെന്റും കേൾക്കുന്നുണ്ട്. അതായത് ട്രിഗറർ മൂവ് ആയി തുടങ്ങി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നമ്മളെ കാണിക്കുന്നുണ്ട്. ലിഫ്റ്റിൽ നിന്ന് ആരോ വന്നിട്ട് 6ാമത്തെ ഫ്ലോറിൽ, അതായത് നമ്മുടെ നായകൻ നിൽക്കുന്ന ഫ്ലോറിൽ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ ചെവിയോർത്ത് നിൽക്കുന്നുണ്ട്, ഏതൊരു ഫ്ലോറിലോട്ടാണ് വന്നിരിക്കുന്നത്, അതായത് ആ ഒരു ടാഗർ വന്നിരിക്കുന്നത് ഏതൊരു ഫ്ലോറിലോട്ടാണ് എന്ന് ചെവിയോർത്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോഴും നമ്മുടെ അരിസവും കരിമ്പും ഓരോ ഡോറും ഇങ്ങനെ തുറന്നു നോക്കുന്നുണ്ട്. കൂടെ തന്നെ
തന്നെ ആ തൊപ്പിക്കാരനും ഉണ്ട്. അപ്പൊ നമ്മുടെ പെണ്ണിന് മനസ്സിലായി അവള് നിൽക്കുന്ന ഫ്ലോറിലോട്ട് തന്നെയാണ് ടാഗർ വന്നിരിക്കുന്നതെന്ന്. പെട്ടെന്ന് അവള് വെളിയിലോട്ടുള്ള സ്ഥലത്ത് തൂങ്ങിക്കിടക്കാണ്. അവളൊരു അത്ലറ്റ് ആണല്ലോ, മാത്രമല്ല മൗണ്ടൻ ക്ലൈംബിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ അവളുടെ ബോഡി അത്ര ഫ്ലെക്സിബിൾ ആണ്. അങ്ങനെ ടാഗർ വന്ന് നോക്കുമ്പോൾ ആ ഒരു ഫ്ലോറിൽ ആരും തന്നെ കാണുന്നില്ല. അങ്ങനെ അടുത്ത ഫ്ലോറിലോട്ട് പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കോട്ടിട്ട ആള് പെട്ടെന്ന് സ്റ്റെയർ ഒക്കെ കയറി പോകുന്ന കാണുന്നുണ്ട്. പെട്ടെന്ന് അയാളുടെ പുറകിൽ ആരോ ഉള്ളതായിട്ട് അയാൾക്ക് തോന്നിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പുറകിൽ തന്നെ ആ ഒരു ടാഗർ ഉണ്ടായിരുന്നു. അയാളെ വെടിവെച്ച് അവിടെ വെച്ച് കൊല്ലുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സൗണ്ട് കേട്ടിട്ട് അരിസവും കരിബുവും 5ാമത്തെ ഫ്ലോറിലായിരുന്നു നിൽക്കുന്നത്. അവിടെ നിന്ന് മുകളിലോട്ട് കയറാനായിട്ട് നോക്കുമ്പോൾ അവരുടെ ഫ്രണ്ടിൽ തന്നെ ആ ഒരു കോട്ടിട്ട ആളും വന്ന് വീഴുന്നുണ്ട്. ആളുടെ ദേഹത്ത് മുഴുവൻ ബുള്ളറ്റ്സ് കയറിയിട്ടുണ്ട്. അങ്ങനെ അരിസവും കരിബുവും ആ ഒരു തൊപ്പിയിട്ട ആളും കൂടി ഒളിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ടാഗറിനെ അവർ കാണുന്നുണ്ട്. ഒരു കഴുതയുടെ മാസ്ക് ഒക്കെ വെച്ച ഒരാള്. എന്നിട്ട് ഇവരുടെ നേർക്കും അയാള് തോക്ക് ചൂണ്ടി വെടിവെക്കുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ പെട്ടെന്ന് കരിബ് അരുസിനെയും പിടിച്ചുകൊണ്ട് ഓടുന്നുണ്ട്. അങ്ങനെ അവർ 2-3 ഫ്ലോർ താഴെ പോയി 3ാമത്തെ ഫ്ലോർ എത്തിയപ്പോഴത്തേനും ആ ഒരു തൊപ്പിക്കാരനും ഇവരെ തള്ളിയിട്ട് ഫ്രണ്ടിൽ ഓടി ആ ഒരു സ്റ്റെയർ വഴി താഴോട്ട് ഓടുന്നുണ്ടായിരുന്നു. പക്ഷെ നമ്മുടെ കരിബ് അരുസിനെ പിടിച്ചുകൊണ്ട് ആ ഒരു ഫ്ലോറിൽ തന്നെ വേറൊരു സൈഡിലായിട്ട് പാത്തിരുന്നു. ആ ഒരു ടാഗറും വന്ന് നേരെ നോക്കുമ്പോൾ അവിടെ ആരെയും കാണാത്തതുകൊണ്ട് തന്നെ അയാളും ആ ഒരു തൊപ്പിക്കാരൻ പോയ സ്റ്റെയർ വഴി താഴോട്ട് ഇറങ്ങി പോകുന്നുണ്ട്. അവിടുന്ന് കട്ടായി വീണ്ടും നമ്മൾ ചോട്ടേനെയാണ് കാണിക്കുന്നത്. ചോട്ടേനെ ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണ്. ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നില്ലേ, ഞാൻ നിന്നെ ഒരുപാട് ട്രസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ ആ ഒരു പെണ്ണും ചോട്ടയോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. മാത്രമല്ല അങ്ങനെ ചോട്ടയോട് സംസാരിച്ച് പതിയെ ചോട്ടേനെ സെഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ചോട്ടയായിട്ട് ഫിസിക്കലി കോണ്ടാക്ട് വെക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ട്. അവർ തമ്മിൽ അങ്ങനെ ഒരു ഫിസിക്കൽ കോണ്ടാക്ട് ഉണ്ടാവുന്നുണ്ട്, ഇന്റിമേറ്റ് ആവുകയാണ്. ഈ സമയം കരിബു അരിസും കൂടി ജീവനും കൊണ്ട് ഓടുന്നുണ്ട്. അവർ പല ഡോറുകൾ ഇങ്ങനെ തുറന്ന് നോക്കി ഓടുന്നുണ്ട്. ഈ ടാഗറും ഓരോരുത്തരെ ഇങ്ങനെ കൊന്നു ഇടുന്നുണ്ട്. ആ ഒരു തൊപ്പിക്കാരനെയും പിന്നെ പുറകിന് വന്ന് ഓരോരുത്തരെ കൊല്ലുന്നുണ്ട്. ഇതൊക്കെ കണ്ടുകൊണ്ട് ആ ഒരു വെള്ളമുടിക്കാരനും 7ാമത്തെ ഫ്ലോറിൽ സൈഡിലായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ കരിസും അരിബും കൂടി ഒരിടത്ത് ഒളിഞ്ഞിരുന്നിട്ട് നോക്കുന്നുണ്ട്. ആ ഒരു ടാഗറും താഴെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടാഗർ ഇവരെ കണ്ടെന്നാണ് കരിസും അരിബും വിചാരിച്ചത്. പക്ഷെ അപ്പോഴാണ് അരിസിന് മനസ്സിലായത് ആ ഒരു ടാഗർ വെച്ചിരിക്കുന്ന ആ ഒരു ഫേസ് മാസ്ക് കാരണം അയാൾക്ക് കറക്റ്റായിട്ട് ആൾക്കാരെ കാണാൻ പറ്റുന്നില്ല എന്ന്. അരിബും കരിസും കൂടെ അവിടെ നിന്ന് ഇറങ്ങി ഓടുന്നുണ്ട്. ഓടുന്ന വഴിക്ക് വിളിച്ചു പോകുന്നുണ്ട്. അതായത് ഇന്ന ഫ്ലോറിൽ ടാഗർ ഉണ്ട്, എല്ലാവരും സൂക്ഷിക്കുക. മാത്രമല്ല ബാക്കിയുള്ള ഫ്ലോറിലുള്ള ആൾക്കാർ പെട്ടെന്ന് ആ ഒരു ഡോറ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയെന്ന്. ഇതൊക്കെ കേട്ടോണ്ടിരുന്ന ആ ഒരു വൈറ്റ് മുടിയുള്ള ആളും പറയുന്നുണ്ട്, അത് നല്ലൊരു ഐഡിയ ആണല്ലോ, പക്ഷെ ആരും ഇതിന് റെസ്പോണ്ട് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. പെട്ടെന്ന് നമ്മുടെ നായികയും പറയുന്നുണ്ട്, ഇപ്പോൾ ടാഗർ ഇന്ന ഫ്ലോറിലോട്ട് വന്നിട്ടുണ്ട്, അവിടെ ഉള്ളവരെല്ലാം പെട്ടെന്ന് അവിടുന്ന് മാറിക്കോ എന്ന് പറയുന്നുണ്ട്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കെ ടാഗർ ആ ഒരു സ്ഥലത്തോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നായികയുടെ പുറകിലായിട്ട് വേറൊരു സ്ത്രീ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നായിക കൊച്ചും അവരോടൊരു സോറി പറഞ്ഞിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് ഒരു കമ്പിയിൽ പിടിച്ചിട്ട് അവള് മുകളിലത്തെ ഫ്ലോറിലോട്ട് പെട്ടെന്ന് ചാടിക്കേറി പോകുന്നുണ്ട്. ടാഗർ ഇവളെ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട്. പക്ഷെ ഇവളൊരു ക്ലൈംബർ ആയതുകൊണ്ട് ഇവളെ കിട്ടുന്നില്ല. ഈ സമയത്ത് ചോട്ടയും ഒരു പെണ്ണും ഇന്റിമേറ്റ് ഒക്കെ ആവുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചോട്ട അവന്റെ ചൈൽഡ്ഹുഡിൽ നടന്നൊരു ഇൻസിഡന്റ് ഓർക്കുന്നുണ്ടായിരുന്നു. അതിന്റെ ഇടയ്ക്ക് അവനത്ര താല്പര്യത്തോടെയല്ല ഇന്റിമേറ്റ് ആവുന്നത്, അവൻ അങ്ങനെ ഓർക്കുന്നുണ്ട് അവന്റെ അമ്മേനെ പറ്റി. അവന്റെ അമ്മ ഒരു കൾട്ട് ഗ്രൂപ്പിലൊക്കെ അംഗമാണെന്ന് പറഞ്ഞില്ലേ, അവിടുത്തെ പാസ്റ്ററുമായിട്ട് ഇവർക്ക് ഇല്ലീഗൽ ആയിട്ടുള്ള റിലേഷൻ ഉണ്ടായിരുന്നു. അവൻ കുഞ്ഞുനാളിൽ അത് കണ്ടിട്ടുണ്ട്. അതൊക്കെ അവനിങ്ങനെ ഓർക്കുന്നുണ്ട്. എന്നിട്ട് അവനിങ്ങനെ പ്രെയർ ചൊല്ലിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ പ്രെയറിന്റെ ലാസ്റ്റിൽ അവനിങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, കരിബുവിനെ അരിസുവിനെ സേവ് ചെയ്യണേ എന്ന്. വീണ്ടും നമ്മളെ കരിബുവിനെ അരിസിനെ കാണിക്കുന്നത് അവരിങ്ങനെ സർവൈവ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അരിസും കരിബുവും ആ ഒരു ഫ്ലോറിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്നുണ്ട്. അപ്പോൾ പുതിയതായിട്ട് അവിടോട്ട് ഒരു ചെറുക്കൻ വന്നില്ലായിരുന്നു, അവൻ ഈ ടാഗർ കാണുന്നുണ്ട്. അപ്പോൾ മുകളിലത്തെ ഫ്ലോറിൽ നിന്നാണ് ടാഗർ ഇവനെ കാണുന്നത്. അപ്പോൾ താഴോട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവന്റെ ദേഹത്തോട്ട് കൊള്ളുന്നില്ല. അങ്ങനെ അരിസു അവനെ രക്ഷിക്കുന്നുണ്ട്. രക്ഷിച്ച് ആ ഒരു ഫ്ലോറിൽ നിന്ന് താഴോട്ട് ഇറങ്ങാൻ നോക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു സ്റ്റെയറിലോട്ട് എന്തായാലും ഇയാൾ വരും എന്ന് വിചാരിച്ചിട്ട് കരിബു ഈ ഒരു മനുഷ്യനെ കുത്തിക്കൊല്ലാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ടാഗറിനെ കുത്തിക്കൊല്ലാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ആ ഒരു ജിമ്മനും വരുന്നുണ്ട്. അപ്പോൾ ജിമ്മൻ പറയുന്നുണ്ട്, നിങ്ങളെ കൊണ്ട് അത് എന്തായാലും ഫിസിക്കലി അയാളെ തോൽപ്പിക്കാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്ക് ഒരു 190 സെന്റിമീറ്റർ നീളമുണ്ട്, നിന്നെ കൊണ്ടൊന്നും അയാളെ ഒന്ന് കീഴ്പ്പെടുത്താൻ പോലും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവരുടെ കയ്യിലോട്ട് ഒരു ഓക്സിജൻ സിലിണ്ടർ വെച്ച് കൊടുക്കുന്നുണ്ട്, ഇത് വെച്ച് അറ്റാക്ക് ചെയ്യാനെന്ന്. അപ്പോൾ അരിസു അവിടെ കയ്യിലുള്ള ഒരു ബാൻഡാണ് ശ്രദ്ധിക്കുന്നത്. രണ്ടുപേരുടെയും കയ്യിൽ, അതായത് ആ ഒരു ജിമ്മന്റെ കയ്യിലും പിന്നെ അയാളുടെ ഒരു ശിങ്കിടിയുണ്ട്, ഒരു എലുമ്പൻ, അയാളുടെ കയ്യിലും ഒരു ടാഗ് കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഓക്സിജൻ സിലിണ്ടർ കരിബുവിന് കൊടുത്തിട്ട് ആ ഒരു ജിമ്മനും പറയുന്നുണ്ട്, നീ എൻ്റെ കൂടെ വാ എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല അരിസുവിനോട് പറയുന്നുണ്ട്, നീ പോയി സേഫ് സോൺ കണ്ടുപിടിക്കാൻ. അപ്പം നമ്മുടെ നായിക പെണ്ണും അങ്ങോട്ട് വരുന്നുണ്ട്. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, 6ഉം 5ഉം ഞാൻ ചെക്ക് ചെയ്തു, അവിടെ അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ 1ഉം 2ഉം ഞാനും ചെക്ക് ചെയ്തു എന്ന് അരിസുവും പറയുന്നുണ്ട്. അങ്ങനെ അവർ 2 സ്ഥലത്തായിട്ട് മൂവ് ചെയ്യുന്നുണ്ട്. കുറച്ച് പേര് ടാഗറിനെ അറ്റാക്ക് ചെയ്യാനും കുറച്ച് പേര് സേഫ് ആയിട്ടുള്ള ആ ഒരു റൂം കണ്ടുപിടിക്കാനായിട്ടും. അപ്പോൾ അവരുടെ ഫോണിൽ ഇങ്ങനെ നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്, ഇനി 5 മിനിറ്റും കൂടെ ഉള്ളൂ സമയം എന്നൊക്കെ പറഞ്ഞിട്ട്.
അങ്ങനെ കരിബുവും ആ ഒരു ജിമ്മനും ആ ഒരു എലുമ്പനും കൂടി ടാഗറിനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയ്ക്ക് അങ്ങനെ ആ ഒരു ടാഗർ മറ്റവനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. ഈ സമയം കൊണ്ട് കരിബു ആ ഒരു ടാഗറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. റീലോഡ്, അതായത് ആ ഒരു ഗണ്ണ് റീലോഡ് ചെയ്യുന്ന സമയം കൊണ്ട്. അങ്ങനെ ആ ഒരു ജിമ്മനും അവരെ അറ്റാക്ക് ചെയ്ത് ലാസ്റ്റില് ടാഗറിനെ അവർ കീഴ്പ്പെടുത്തുന്നുണ്ട്. ഈ സമയം കൊണ്ട് അരിസു എല്ലാ ഡോറും തുറന്നു നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് അവനൊരു കാര്യം ഓർമ്മ വന്നു. അതായത് ആ ഒരു പുതിയ ചെറുക്കനല്ലേ, അവനൊരു ഡോറിന്റെ അവിടെ വന്നപ്പോൾ ടാഗർ ദൂരത്തു നിന്ന്, അതായത് മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് അവനെ ഷൂട്ട് ചെയ്തിടാൻ വേണ്ടി ശ്രമിച്ചില്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ആ ഒരു ഡോർ അത്രയും ദൂരത്തു നിന്ന് അയാൾ ഷൂട്ട് ചെയ്തത് എന്ന് ചിന്തിച്ചിട്ട് അത് തന്നെയാണ് സേഫ് ആയിട്ടുള്ള റൂം എന്ന് അരിസുവിന് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ അരിസു ആ ഒരു റൂമിലോട്ട് വരുന്ന സമയം കൊണ്ട് ആ ഒരു വെള്ളമുടിക്കാരൻ അങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവർ രണ്ടുപേരും കൊണ്ട് ആ ഡോറ് തുറന്ന് അകത്ത് കയറുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും ഡോർ തുറന്ന് വേറൊരു ഡോറിന്റെ ഫ്രണ്ടിലോട്ട് എത്തുമ്പോഴത്തേനും ആ ഒരു റൂമിനകത്ത് വേറൊരു ടാഗർ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. പെട്ടെന്ന് അരിസു അയാളെ കണ്ടതോടെ മറ്റേവനും തള്ളി മറിച്ചിടുന്നുണ്ട് വെടി കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആ ഡോറിനകത്ത് കയറി കഴിഞ്ഞപ്പോഴാണ് അവിടെ 2 ബട്ടൺസ് ഉണ്ടായിരുന്നു. ആ ബട്ടൺസ് പ്രസ് ചെയ്താൽ മാത്രമേ ആ ഒരു ബോംബ് ഡിഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഈ ഒരു ഗെയിം എൻഡ് ആവത്തുള്ളൂ. അവിടെയുള്ള ജനാല വഴി ഉറക്കെ വിളിച്ച് പറയുന്നുണ്ട്, റൂം നമ്പർ 408 ആണ് സേഫ് റൂം, ഇവിടെ 2 പേരെ വേണം, 2 ബട്ടൺസ് ഉണ്ട്, ഇനി ഞാൻ ഒരാളേ ഉള്ളൂ, ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യേ എന്ന് പറയുന്നുണ്ട്. ഇവരിങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടാഗറും വെടി വെച്ചിട്ട് ആ ഒരു ഡോറ് തുറന്ന് ഉള്ളിലോട്ട് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അരിസു അയാളെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ അരിസു എങ്ങനെയൊക്കെയോ അവനെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് മറ്റേ ടാഗറുമായിട്ട് ആ ഒരു ജിമ്മനൊക്കെ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. കരിബുവിനും നല്ലൊരു മുറിവേറ്റിട്ടുണ്ടായിരുന്നു. അപ്പത്തിന് നമ്മുടെ നായക പെണ്ണും പല ജനാലയൊക്കെ പിടിച്ച് ആ റൂമിലോട്ട് വരുന്നുണ്ട്. ആ ഒരു ടാഗറും അവളെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ലാസ്റ്റില് ആ ഒരു വെള്ളമുടിക്കാരൻ ഷോക്ക് അടിപ്പിക്കുന്ന ഒരു മെഷീൻ അവക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു ടാഗറിന്റെ കാലിലോട്ട് തന്നെ നമ്മുടെ നായക പെണ്ണ് ഷോക്ക് അടിപ്പിച്ച് ആ ഒരു ടാഗറും താഴെ വീഴുന്നുണ്ട്. അരിസുവും ആ ഒരു നായക പെണ്ണും കൂടി ആ ഒരു പ്രസ് ബട്ടൺ 2ഉം ഞെക്കി ആ ഒരു ഗെയിം വിൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ മെസ്സേജ് വരുന്നുണ്ട്, ഗെയിം ക്ലിയർ ആയി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവര് സമാധാനിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു ടാഗർ എണീറ്റ് വരുന്നുണ്ട്. അതൊരു പെണ്ണായിരുന്നു. പെട്ടെന്ന് അവിടെ കഴുത്തിലുള്ള ഒരു ബാൻഡ് മുറുകിയിട്ട് ആ ഒരു കഴുത്ത് പൊട്ടിത്തെറിച്ച് പോകുന്നുണ്ട്. ഈ സമയത്ത് ഇപ്പുറത്ത് കരിബു ഒക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടാഗർ മരിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ജിമ്മിന്റെ കൂടെയുള്ള എലിമനില്ലേ, അവന്റെ പോക്കറ്റിൽ കിടന്ന് ഒരു വയർലെസ് സെറ്റ് അനങ്ങുന്നുണ്ടായിരുന്നു. കരിബു പെട്ടെന്ന് അത് ചെന്ന് എടുത്തു നോക്കുമ്പോൾ അതിനകത്തുനിന്ന് ഞങ്ങൾക്ക് ആൻസർ കിട്ടി, നിങ്ങൾ എന്തായാലും തിരിച്ച് ബീച്ചിലോട്ട് വാ എന്ന് പറഞ്ഞിട്ട് ഒരു അനൗൺസ്മെൻറ്റ് കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓപ്പോസിറ്റിൽ നിന്ന് ആരോ അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കരിബു തിരിച്ച് ഏത് ബീച്ച് എന്ന് ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു ജിമ്മനെ തിരിഞ്ഞ് നോക്കുന്നുണ്ട്, അയാളുടെ കയ്യിൽ നിന്ന് ആ ഒരു ആൻസർ കിട്ടുമെന്ന് നോക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ആ സമയം കൊണ്ട് ജിമ്മനും അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ച് എപ്പിസോഡ് നമ്പർ 2 ഇവിടെ തീരുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഫുള്ളായിട്ട് കാണുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.